പ്രിയപ്പെട്ട കുട്ടികളെ, ക്ലാസ് 10 ബയോളജി ചാപ്റ്റർ 2 പാർട്സ് ഓഫ് എവല്യൂഷൻ പരിണാമത്തിന്റെ വഴികൾ എന്നതിന്റെ ആദ്യ ഭാഗം ആരംഭിക്കുകയാണ്. നമുക്കറിയാം, എവല്യൂഷൻ പരിണാമം എന്നത് ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് ന്യൂ സ്പീഷീസ് ഡെവലപ്പ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ഫോംസ് ത്രൂ സക്സസീവ് ജനറേഷൻ. അതായത് മുമ്പുണ്ടായിരുന്നവയിൽ നിന്നും ക്രമേണ പുതിയ ജീവികൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് പരിണാമം എന്ന് നമുക്കറിയാം. ഇതൊരു പെട്ടെന്നുള്ള ചേഞ്ച് അല്ലല്ലോ, ഗ്രാജ്വൽ ഡെവലപ്മെന്റ് ആണ്. നമുക്കിതിൽ ഒരു കേസ് സ്റ്റഡി ഒന്ന് നോക്കാം. 1966 ഒരു ക്ഷയരോഗബാധിതൻ, അതായത് ട്യൂബർക്കുലോസിസ് ബാധിച്ച ഒരു പേഷ്യന്റ്, അതിൻ്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളതാണ്. തുടക്കത്തിൽ ചികിത്സ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ പിന്നീട് ആന്റിബയോട്ടിക് ഏൽക്കാതായി. അതായത് ആന്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് സംഭവം വളർന്നു. അങ്ങനെ ആ പേഷ്യന്റ് മരിക്കുകയാണ്. ഇവിടെ നമുക്ക് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന ഗുരുതരമായ ഒരു പ്രതിസന്ധിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഇപ്പൊ സൂപ്പർ ബഗുകൾ എന്ന് പറയുന്ന ഇനം ബാക്ടീരിയ സാധാരണഗതിയിൽ ആന്റിബയോട്ടിക്കുകൾ പോലെയുള്ള ആന്റി മൈക്രോബിയൽ മരുന്നുകൾക്കെതിരെ പ്രതിരോധം നേടിയത് ഒരുതരം മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടാണ്. അതായത് ഒരുതരം പരിണാമമാണ് ഈ ബാക്ടീരിയകൾക്ക് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ അവ സൂപ്പർ ബഗുകളായിട്ട് മാറിയിരിക്കുകയാണ്. ഈ കണക്കുകളൊക്കെ നോക്കുക, നമുക്ക് വരുന്ന വലിയൊരു പ്രതിസന്ധിയായിരിക്കും ഈ സൂപ്പർ ബഗുകൾ പോലെ പരിണാമം സംഭവിച്ച പ്രതിരോധ ബാക്ടീരിയകളും മറ്റും. ഇനി സംഭവിച്ച മ്യൂട്ടേഷൻ മൂലമാണ് നേരത്തെ പറഞ്ഞ ക്ഷയരോഗിയിലെ ആ ക്ഷയരോഗകാരി ബാക്ടീരിയ ഒരു സൂപ്പർ ബഗായി പരിണമിച്ചതെന്ന് നമുക്ക് ഇപ്പൊ മനസ്സിലായി. ഇതുപോലെ സിമിലർ പ്രോസസ്സ് ഉണ്ടാവും ഇല്ലേ? ഇതുപോലെ നമ്മുടെ ജൈവ വൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി രൂപപ്പെട്ടതും ഇങ്ങനെ ഒരുപാട് കാലം കൊണ്ട് മ്യൂട്ടേഷൻ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടായിരിക്കാം. നമുക്ക് അതിനെക്കുറിച്ച് രണ്ട് പ്രധാന സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്, ചാൾസ് റോബർട്ട് ഡാർവിൻ എന്നിവരുടെ സംഭാവനകളെ കുറിച്ച് പഠിക്കാം. ലാമാർക്കിസം അറിയപ്പെടുന്നത് സ്വയാർജ്ജ സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷണ സിദ്ധാന്തം, അതായത് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടേഴ്സ്. ഒരാള് അക്വയർ ചെയ്യുന്ന ജീവിതത്തിൽ ലൈഫ് ടൈമിൽ അക്വയർ ചെയ്യുന്ന ചില വ്യതിയാനങ്ങൾ, ചില വേരിയേഷൻസ്, അക്വയർഡ് ക്യാരക്ടേഴ്സ്, അത് ഇൻഹെറിറ്റബിൾ ആണെന്നാണ് ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിന്റെ ചുരുക്കം. ഡാർവിനിസം പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം അഥവാ നാച്ചുറൽ സെലക്ഷൻ എന്ന തിയറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ നേച്ചർ ആണ് ഇവിടെ. നാച്ചുറൽ എന്ന് ഉദ്ദേശിച്ചത് നേച്ചർ എന്നുള്ള അർത്ഥമാണ്. നേച്ചർ സെലക്ഷനാണ്. ഒരു ജീവി അവിടെ നിലനിൽക്കണമെന്ന് ആ നേച്ചർ, ആ പരിസ്ഥിതി തീരുമാനിക്കുന്നു. അങ്ങനെ പ്രകൃതി നിർദ്ധാരണം ചെയ്തെടുക്കുന്നു, അതായത് സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഡാർവിനിസത്തിന്റെ കഥ. നമുക്ക് ഓരോന്നും വിശദമായിട്ട് നോക്കാം. നമുക്ക് ലാമാർക്കിസത്തിൽ പറയുന്നത് ഒരു ജീവി തന്റെ ജീവിതകാലത്ത് ആർജിച്ചെടുക്കുന്ന ശാരീരിക മാറ്റങ്ങൾ, അതായത് സ്വയാർജ്ജ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ അക്വേർഡ് ക്യാരക്ടേഴ്സ്, ദ ഫിസിക്കൽ ചേഞ്ച് ദാറ്റ് ആൻ ഓർഗാനിസം ഒക്കേഴ്സ് ഡ്യൂറിംഗ് ഇറ്റ്സ് ലൈഫ് ടൈം, അത് ഇൻഹെറിറ്റബിൾ ആണെന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നുണ്ട്. ദേ ആർ ഇൻഹെറിറ്റഡ് ടു their offsprings. ഇപ്പോ യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി, ഉപയോഗ നിരുപയോഗ സിദ്ധാന്തം എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ലാമാർക്കിസം. ഏതെങ്കിലും ഒരു പ്രത്യേക അവയവത്തിന്റെ ഉപയോഗം കൊണ്ട് അല്ലെങ്കിൽ തീരെ ഉപയോഗിക്കായക കൊണ്ട്, യൂസ് കൊണ്ടോ കണ്ടിന്യൂസ് യൂസ് കൊണ്ടോ അല്ലെങ്കിൽ തീരെ യൂസ് ചെയ്യാതെ ഡിസ്യൂസ് കൊണ്ടോ ഒക്കെ സംഭവിക്കുന്ന മാറ്റം. ഇവിടെ നോക്കുക, അദ്ദേഹം ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത് നീളം കുറഞ്ഞ കഴുത്തോടു കൂടി ഉണ്ടായിരുന്ന ജിറാഫ്, അവർക്ക് ഒരു പ്രതിസന്ധി വന്നു. അവരുടെ ഭക്ഷണം തീർന്നപ്പോൾ, പുല്ലൊക്കെ തീർന്നപ്പോൾ അവര് മരച്ചില്ലകളിലേക്ക്, ട്രീ ബ്രാഞ്ചസിലേക്ക് കഴുത്ത് നീട്ടി. അങ്ങനെ ആ ഇന്നർ എർജ് മൂലം, അതായത് ഉള്ളിലുള്ള തൃഷ്ണ മൂലം, ആ ഒരു ആവശ്യകതയൊക്കെ മൂലം അവർക്ക് കഴുത്ത് നീട്ടേണ്ടി വന്നു. ഇങ്ങനെ നീളം കൂടി വന്ന ഈ കഴുത്ത്, ഈ സ്വഭാവം, ഇതാണ് ഇദ്ദേഹം പറഞ്ഞ സ്വയാർജിത സ്വഭാവം അഥവാ അക്വേർഡ് ക്യാരക്ടർ. അത് ഇവരുടെ സന്താനങ്ങൾക്ക് കിട്ടി എന്നാണ് പറയുന്നത്. നോക്കുക, ഡ്യൂ ടു ഷോർട്ടേജ് ഓഫ് ഫുഡ്, ജിറാഫ്സ് ഹൂസ് നെക്ക് വെർ ഷോർട്ട് grew longer as they began to stretch their necks to higher tree tops. In a changed environment, giraffes with longer necks survived. അങ്ങനെ ഇങ്ങനെ നീളം കൂടിയ അവസ്ഥയിലുള്ള അവർക്ക് പിന്നീട് അവിടെ ആ മാറിയ പരിസ്ഥിതിയിൽ, അതായത് ഭക്ഷ്യനിർലഭ്യമുള്ള ആ പരിസ്ഥിതിയിൽ അവയ്ക്കാണ് നിലനിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ലാമാർക്കിസം പറയുന്നത്. പക്ഷേ നമുക്കറിയാം, സയന്റിസ്റ്റ് പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഈ വ്യതിയാനങ്ങൾ, ഈ സ്വയാർജ്ജ സ്വഭാവങ്ങൾ, അതായത് അക്വേർഡ് വേരിയേഷൻ ഒന്നും ജനിതഘടനയിൽ അഥവാ ജനറ്റിക് സ്ട്രക്ചറിൽ മാറ്റം വരുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അത് തള്ളപ്പെട്ടു എന്ന് പറയാം. എങ്കിലും എൻവയോൺമെന്റൽ ചേഞ്ച്, പരിസ്ഥിതിയിൽ ഉണ്ടാവുന്ന മാറ്റം, അത് ജീവികളിൽ ചില വേരിയേഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ഒരു ആശയം
അതിവിടെ പ്രസക്തമാണ്. ലാമാർക്സ് ഐഡിയ ദാറ്റ് ചേഞ്ചസ് ഇൻ ദി എൻവയോൺമെന്റ് കോസ് സർട്ടൻ വേരിയേഷൻ ഇൻ ഓർഗാനിസം എന്നുള്ളതാണ് ഇവിടെ പ്രസക്തം. നമുക്ക് ഡാർവിനിസത്തിലേക്ക് പോയാൽ അദ്ദേഹത്തിന്റെ ഈ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു സിദ്ധാന്തം ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്നുള്ള ഒരു പുസ്തകത്തിലൂടെ 1859 1859 വെളിച്ചത്ത് വന്നത്. അതിനു മുമ്പ് അദ്ദേഹം 5 വർഷത്തോളം നീണ്ട ഒരു വോയേജ് HMS ബീഗിൾ എന്ന് പറയുന്ന ഷിപ്പിൽ അദ്ദേഹം ഗാലപ്പഗോസ് ഐലൻഡ്, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഭൂപട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം നടത്തിയ ഈ 5 വർഷത്തെ പരീക്ഷണങ്ങളിലൂടെയും പര്യവേഷണങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങളാണ്. മാത്രമല്ല അവിടെയുള്ള ഫ്ലോറ ആൻഡ് ഫോണയെ കുറിച്ച് അദ്ദേഹം, സസ്യജന്തുജാലങ്ങളെ കുറിച്ച് അദ്ദേഹം നന്നായി പഠിച്ചിട്ടുണ്ട്, പഠനം നടത്തിയിട്ടുണ്ട്. കൂടെ ഇദ്ദേഹത്തെ ആകർഷിച്ച മറ്റൊന്നാണ്, ശ്രദ്ധയിൽപ്പെട്ട ഒന്നാണ് തോമസ് മാൽത്യൂസിന്റെ പോപ്പുലേഷൻ തിയറി, ജനസംഖ്യാ സിദ്ധാന്തം. അതുപോലെ ആൽഫ്രഡ് റസൽ വാലസിന്റെ ചില പരിണാമ പഠനങ്ങളുണ്ട്, എവല്യൂഷണറി സ്റ്റഡീസ്. ഇതൊക്കെ അദ്ദേഹത്തെ പിൽക്കാലത്ത് സ്വാധീനിച്ചിട്ടുണ്ട്. എന്തായാലും എന്താണ് ഈ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം എന്ന് പറയുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് ഒന്ന് കാണാം. അപ്പൊ ഇക്വഡോറിന്റെ ഏകദേശം ആ തീരത്തിൽ നിന്ന് 600 മൈൽ അകലെ, അതായത് നമുക്ക് 1000 കിലോമീറ്റർ എന്ന് പറയാം, പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന പസഫിക് ഓഷ്യന്റെ ഈസ്റ്റ് സൈഡ്, അതായത് പസഫിക് ഓഷ്യന്റെ കിഴക്കൻ സൈഡിലാണ് ഈ ഗാലപ്പഗോസ് ഐലൻഡ് ഉള്ളത്. ഏകദേശം ഭൂമധ്യരേഖയുടെ 1 ഡിഗ്രി സൗത്ത് ആണ്, എന്ന് വെച്ചാൽ ഭൂമധ്യരേഖയിൽ തന്നെയാണെന്ന് പറയാം, ഇക്വേറ്ററിൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വലിയ 13 ഐലൻഡും കുറച്ച് ചെറിയ ഐലൻഡ്സുകളും ഉണ്ട്. അതുപോലെ 100-ലധികം ചെറിയ തുരുത്തുകൾ, ഐലറ്റ്സ് എന്ന് പറയുമ്പോൾ അതൊക്കെ ഉണ്ട്. 5 ദ്വീപുകളിൽ മാത്രമേ ഈ ജനവാസം ഉള്ളൂ എന്ന് കൂടി നമ്മൾ ഓർക്കണം. അങ്ങനെയുള്ള ഇവിടേക്കാണ് അദ്ദേഹം യാത്ര പോയത്. HMS ബീഗിൾ എന്ന കപ്പലിൽ തന്റെ 22 വയസ്സ് മുതൽ അദ്ദേഹം യാത്രയിലായിരുന്നു. അവിടെ കണ്ട ഗാലപ്പഗോസ് ഫിഞ്ചസ് പല ദ്വീപുകളിലും ഒരേ ടൈപ്പാണെന്ന് തോന്നുന്ന കൂടും മറ്റ് വലിപ്പമൊക്കെ കണ്ടിട്ട് ഒരേ തരത്തിലുള്ള കുറച്ച് കുരുവികൾ, ഗാലപ്പഗോസ് ഫിഞ്ചസിനെ അദ്ദേഹം നിരീക്ഷിച്ചു. അത് 18 സ്പീഷീസ് ഉണ്ട്. വലിയ ഇഗ്വാനകൾ അദ്ദേഹം അവിടെ നിരീക്ഷിച്ചു. ടോട്ടോയ്സുകൾ, വലിയ ആമകളെ അദ്ദേഹം നിരീക്ഷിച്ചു. എങ്കിലും നമുക്കിവിടെ ഇത് മാത്രം ഗാലപ്പഗോസ് ഫിഞ്ചസ് എന്ന് പറഞ്ഞ ഗാലപ്പഗോസ് കുരുവികളെ കുറിച്ച് പറയാം. അത് കൂടുതൽ പറയാം. തോമസ് മാത്യൂസ്, ആൽഫ്രഡ് റസൽ വാലസ് തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ ഗാലപ്പഗോസ് കുരുവികളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഓരോ ദ്വീപിലും പലതരം ഫിഞ്ചസ് ആണ് ഉണ്ടായിരുന്നെങ്കിലും അവിടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ്, ഇപ്പൊ നോക്കൂ, ഇവിടെ സീഡ്, വിത്തുകളുണ്ട്, ഇപ്പൊ കള്ളിമുൾച്ചെടി, കാക്ടസ് ഉണ്ട്, ഇൻസെക്ട് ഉണ്ട്, അല്ലെങ്കിൽ ഹണി ഉണ്ട്, അങ്ങനെ പലതും. അതിനനുസരിച്ച് അവൈലബിൾ ഫുഡ് സോഴ്സിനനുസരിച്ച് അവരുടെ ബീക്ക് വരുന്ന മാറ്റമാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്. ഇത് പൂർവീയ കുരുവിയാണെങ്കിൽ മറ്റുള്ളവയ്ക്ക് വന്ന മാറ്റം. അവിടെ പലതരം 18 സ്പീഷീസ് ഉള്ളതിൽ വിത്ത് തീനിക്കുരുവി, സീഡ് ഈറ്റിംഗ് ഗ്രൗണ്ട് ഫിഞ്ച്, കള്ളിമുൾച്ചെടി ഭക്ഷിക്കുന്ന കാക്ടസ് ഈറ്റിംഗ് ഫിഞ്ച്, പ്രാണികളെ ഭക്ഷിക്കുന്ന കുരുവി, ഇൻസെക്ട് ഈറ്റിംഗ് ട്രീ ഫിഞ്ച്, ഇത് മാത്രമേ നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളൂ. ആ പരിസ്ഥിതിയിൽ എന്താണോ സോഴ്സ്, അവിടെ അത്തരം ആ ഫുഡ് റിസോഴ്സ് തിന്നാൻ പറ്റുന്ന രീതിയിൽ ബീക്കുള്ള, ചുണ്ടുള്ള എന്ന് വെച്ചാൽ കൊക്കുള്ള ജീവികൾ മാത്രമാണ് കൂടുതലായിട്ട് അവിടെ കണ്ടിരുന്നത്. അതായത് ഇവിടെ പറയുന്നുണ്ട് ഗാലപ്പഗോസ് ഫിഞ്ചസ് ഹാഡ് ബീക്സ് അഡാപ്റ്റഡ് ടു ദെയർ ഫീഡിംഗ് ഹാബിറ്റ്സ്. അങ്ങനെ അവർക്ക് ആ ഫീഡിംഗ് ഹാബിറ്റ് ആ സ്ഥലത്ത് പ്രത്യേകമായി ഫേവറബിൾ ആയിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ നമ്മൾ പറയാം, ഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻ, അതായത് അഡാപ്റ്റേഷൻ, അതുള്ളവ ആ നാച്ചുറൽ കൂടുതൽ നിലനിന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം തന്റെ സിദ്ധാന്തം 1859 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്നുള്ള പുസ്തകത്തിൽ, പ്രകൃതി നിർദ്ധാരണം വഴിയുള്ള ജീവർഗോൽപത്തി എന്ന് മലയാളത്തിൽ പറയാം, ആ പുസ്തകത്തിലാണ് അദ്ദേഹം തന്റെ ഡാർവിനിസം പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളത്. ഇതെന്താണ്? ചുരുക്കി പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ജീവികളിൽ പല വ്യതിയാനങ്ങൾ ഉണ്ടാവും, അല്ലെ, ഇഷ്ടംപോലെ വേരിയേഷൻ ഉണ്ടാവും. അത് ചിലത് ഹാംഫുൾ ആവാം, പ്രകൃതിക്ക് ഗുണകരമല്ലാത്തതാവാം, അല്ലെങ്കിൽ ഫേവറബിൾ ആവാം, ദോഷകരമല്ലാത്ത അനുകൂലമാവാം. ജീവികളിൽ ഉണ്ടാവുന്ന അനുകൂല വ്യതിയാനങ്ങളെ പരിസ്ഥിതി തിരഞ്ഞെടുക്കുന്നു അഥവാ നിർദ്ധാരണം ചെയ്യുന്നു. ദ എൻവയോൺമെന്റ് സെലക്ട്സ് ഓർ ഡിറ്റർമിൻസ് ഫേവറബിൾ വേരിയേഷൻ ഇൻ ഓർഗാനിസം. അങ്ങനെ തലമുറകളിലൂടെ
അനുകൂല വ്യതിയാനങ്ങൾ കുമിഞ്ഞുകൂടി പുതിയ ജീവവർഗമായി മാറും. അതായത് ഈ ഫേവറബിൾ വേരിയേഷൻ ഒക്കെ കൈമാറ്റം ചെയ്ത് ഇൻഹെറിറ്റ് ചെയ്യപ്പെട്ട് അക്യുമുലേറ്റ് ഓവർ ജനറേഷൻ ആൻഡ് ബിക്കം ന്യൂ സ്പീഷീസ് എന്നുള്ളതാണ് ചുരുക്കത്തിൽ ഇദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസിൽ ഈ 5 പ്രധാന കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ജീവികളിലൊക്കെ വേരിയേഷൻസ്, വ്യതിയാനങ്ങൾ ഉണ്ടാവും. അത് ഇൻഡിവിജ്വൽ ഷോ ഡിഫറൻസ് ഇൻ ട്രേറ്റ്സ്, സം ഫേവറബിൾ ആയിരിക്കാം, ചിലത് ഹാംഫുൾ ആയിരിക്കാം, ഗുണകരമോ ദോഷകരമായ വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എപ്പോഴെങ്കിലും ഓവർ പ്രൊഡക്ഷൻ ഉണ്ടായാൽ, അതായത് നിലനിൽക്കാൻ കഴിയുന്നതിലും കൂടുതൽ ജീവികൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ ഈ ജീവികൾ തമ്മിൽ ഒരു സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സമരം. അതായത് ഫുഡ് റിസോഴ്സ് ഒക്കെ ലിമിറ്റഡ് ആവും. ഫുഡ് റിസോഴ്സ് മാത്രമല്ല, ഡ്വെല്ലിംഗ് പ്ലേസിന് വേണ്ടിയും മേറ്റ് അല്ലെങ്കിൽ ഇണക്ക് വേണ്ടിയൊക്കെ ഒരു അറിയാതൊരു മത്സരം ഉണ്ടാവും, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. അതിൽ ആരാണ് വിജയിക്കുക? അവർ മാത്രമേ അവിടെ നിലനിൽക്കുള്ളൂ എന്നാണ് പറയുന്നത്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അർഹതയുള്ളവയുടെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ ഓർഗാനിസം വിത്ത് ഫേവറബിൾ വേരിയേഷൻ സർവൈവ് ആൻഡ് റീപ്രൊഡ്യൂസ് മോർ എഫക്റ്റീവ്ലി. അനുകൂല വ്യതിയാനമുള്ള ജീവികൾ അതിജീവിക്കുന്നു, അതിനെയാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അർഹതയുള്ളവരുടെ അതിജീവിക്കുക എന്ന് പറയുക. അവ കൂടുതൽ പ്രത്യുൽപാദനം നടത്തി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ച് അവിടെ എണ്ണം കൂടുന്നു, അല്ലാത്തവ ക്രമേണ നശിച്ചു പോകുന്നു. ഇതാണ് നാച്ചുറൽ സെലക്ഷനിൽ പറയുന്നത്. ഇങ്ങനെ നിലനിൽക്കുന്നവ പിന്നീട് പുതിയ സ്പീഷീസായി മാറുന്നത് കുറേ തലമുറകൾ കഴിഞ്ഞ് ഇങ്ങനെയുള്ള ഫേവറബിൾ വേരിയേഷൻസ് മാത്രം പാസ് ചെയ്ത് അതായത് കൈമാറ്റം ചെയ്യപ്പെട്ട് അത് അക്യുമുലേറ്റ് ചെയ്ത് തലമുറകളിൽ അങ്ങനെ കുമിഞ്ഞു കൂടിയിട്ട് അത് പുതിയൊരു ജീവിയായി മാറിയേക്കാം, സ്പീഷീസായി മാറിയേക്കാം. ഇവിടെ പുസ്തകത്തിൽ ഇല്ലാത്തൊരു സംഗതി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കുക. ഈ ഫ്ലോ ചാർട്ടിൽ അമിതോൽപാദനം, ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവാം. അപ്പോൾ അറിയാതെ ഒരു സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരം, ഫുഡൊക്കെ റിസോഴ്സ് ഒക്കെ ലിമിറ്റ് ആകുമ്പോൾ, ഫുഡ് പോലുള്ള റിസോഴ്സ് ലിമിറ്റ് ആകുമ്പോൾ നടക്കാം. ജീവികളിൽ വേരിയേഷൻ ഉണ്ടാവുന്നുണ്ട്, ഹാംഫുള്ളോ ഫേവറബിളോ ദോഷകരമോ ഗുണകരമോ ഒക്കെ ആവാന്ന് പറഞ്ഞിട്ടില്ലേ. ഈ വ്യതിയാനങ്ങൾ ഈ നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരം നടന്നാലില്ലെങ്കിലും ഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് മാത്രമാണ്, ഗുണകരമായ വ്യതിയാനങ്ങൾ ഉള്ളവ മാത്രമാണ് അവയുടെ പ്രകൃതി നിലനിർത്തുക. അതിനാണ് നാച്ചുറൽ സെലക്ഷൻ അല്ലെങ്കിൽ പ്രകൃതി നിർദ്ധാരണം എന്ന് പറയുക. അല്ലാത്തവ നിലനിൽക്കുന്നില്ല, അൺസർവൈവ്ഡ് എന്നിവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഗുണകരമായ വ്യതിയാനങ്ങൾ നിലനിൽക്കുകയും അല്ലാത്തവ ക്രമേണ നശിച്ചു പോവുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ശരിക്കും പ്രകൃതി നിർദ്ധാരണം അഥവാ നാച്ചുറൽ സെലക്ഷൻ അല്ലെങ്കിൽ നാച്ചറിന്റെ സെലക്ഷൻ. ഇങ്ങനെ നിലനിന്നവ പുതിയൊരു സ്പീഷീസായി മാറുന്നത് ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഹെറിറ്റൻസ് ആൻഡ് അക്യുമുലേഷൻ ഓഫ് ഫേവറബിൾ വേരിയേഷൻസ്, ഗുണകരമായ വ്യതിയാനങ്ങളുടെ കൈമാറ്റവും അവ തലമുറകളിലൂടെയുള്ള കുമിഞ്ഞ് കൂടി വരുന്നതുമാണ് പുതിയൊരു സ്പീഷീസിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇവിടെ ചുരുക്കി, ഓർഗാനിസം വിത്ത് ഫേവറബിൾ വേരിയേഷൻ ടു നേച്ചർ സർവൈവ് ദെയർ ആൻഡ് റീപ്രൊഡ്യൂസ് മോർ എഫക്റ്റീവ്ലി. പരിസ്ഥിതിക്ക് അനുകൂലമായ വ്യതിയാനമുള്ള ജീവികൾ അവിടെ അതിജീവിക്കുകയും കൂടുതൽ ഫലപ്രദമായി പ്രത്യുൽപാദനം നടത്തുകയും ചെയ്യും. ഇനി ഈ ജിറാഫുകളുടെ കാര്യത്തിൽ ലാമാർക്ക് പറഞ്ഞിരുന്ന എന്താണ്? ചെറിയ നെക്കുള്ളവ അവ പിന്നെ കഴുത്ത് നീട്ടി മരച്ചിലുകൾക്ക് നീട്ടിയാണ് പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അങ്ങനെയാണ് ഇവക്ക് അക്കേഡ് വേരിയേഷൻ വന്നതെന്നും ആ സ്വയാർജിത വ്യതിയാനം ആ വേരിയേഷൻ തലമുറയിലേക്ക് കൈമാറി എന്നാണ് പറയുന്നത്. പക്ഷെ ഈ വേരിയേഷൻ സംഭവിക്കാം, കൈമാറ്റം മാത്രമാണ് അവിടെ ഒരു ചെറിയ പ്രശ്നം. ഡാർവിനിസം പറയുന്ന അനുസരിച്ച് ഇതേ ജിറാഫുകളിൽ പലതരം നീളം കുറഞ്ഞവയുണ്ടാവും, ഇടത്തരം കഴുത്തുള്ളവയുണ്ടാവും, നീണ്ട കഴുത്തുള്ളവയുണ്ടാവും. സാഹചര്യം മാറിയപ്പോൾ, അതായത് അടിയിൽ അവർക്ക് ഫുഡൊക്കെ റിസോഴ്സൊക്കെ കുറഞ്ഞപ്പോൾ ചെറിയ കഴുത്തുള്ളവ ആദ്യം പ്രയാസപ്പെട്ടിട്ടുണ്ടാവും, അവ ഒഴിവായിട്ടുണ്ടാവും. പിന്നീട് അവിടെ നിലനിന്നത് കുറച്ചുകൂടി ഇടത്തരം കഴുത്തുള്ളവയായിരിക്കും. വീണ്ടും ഈ മരച്ചിലുകളിലേക്ക് തന്നെ ഫുഡിനെ ആശ്രയിക്കേണ്ടി വന്നപ്പോൾ ഏറ്റവും നീളമുള്ള കഴുത്തുള്ളവ മാത്രം ആ പരിസ്ഥിതിയിൽ നിലനിന്നു. അങ്ങനെ ആ സ്ഥലത്തെ, പ്രത്യേകിച്ച് ആ ഒരു ഏരിയയിൽ മുഴുവനും നീളമുള്ള ജിറാഫുകൾ മാത്രമായി മാറിയിട്ടുണ്ടാവും എന്നാണ് ഡാർവിനിസത്തിന്റെ രീതിയിൽ പറയുന്നത്. എന്താണ് ഡാർവിനിസത്തിന്റെ പരിമിതി? അദ്ദേഹത്തിന് അന്ന് ഇത് അവതരിപ്പിക്കുന്ന അന്ന് ജനറ്റിക്സ് ഇല്ല, ജീനില്ല. അപ്പോൾ ക്രോമസോമോ ജീനിനെ കുറിച്ചോ ഒന്നും അറിവില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് വേരിയേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. ചാൾസ് ഡാർവിൻ ഹാഡ് നോ ഐഡിയ അബൌട്ട് ദ ജനറ്റിക് ബേസ് ഓഫ് വേരിയേഷൻ ആൻഡ് ഇൻഹെറിറ്റൻസ്. അങ്ങനെ പാരമ്പര്യമായിട്ട് എങ്ങനെ കൈമാറുന്നു എന്നതിനെ കുറിച്ചും വ്യതിയാനങ്ങളെ കുറിച്ചൊന്നും ധാരണയില്ലായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ജനറ്റിക്സ്, സ്പെഷ്യലി പോപ്പുലേഷൻ ജനറ്റിക്സും ഒക്കെ, അതുപോലെ പാലിയന്റോളജി, ഫോസിൽ പഠനം, എക്കോളജി, പരിസ്ഥിതി ശാസ്ത്രം, മെന്റലിയൻ ഇൻഹെറിറ്റൻസ്, നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ പഠിച്ച ഗ്രിഗർ ജോഹൻ മെന്റലിന്റെ ആ ഒരു പാരമ്പര്യ നിയമങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള തെളിവുകൾ
കൂടിച്ചേർന്ന് ഇതിലേക്ക് ഡാർവിനിസത്തിന്റെ പരിമിതികളെ മറികടന്ന് അതൊരു യുക്തിഭദ്രമായ റേഷണലൈസ്ഡ് ഡാർവിനിസമായി മാറി. അതിനെയാണ്, ആ മോഡിഫൈഡ് ഡാർവിനിസത്തെയാണ് എന്ത് പറയുക, നിയോ ഡാർവിനിസം എന്ന് പറയുക. ഇപ്പോ ഇവിടെ ഉണ്ട് അതില് ഈ വ്യതിയാനങ്ങൾക്കൊക്കെ കാരണം പിന്നീട് മനസ്സിലായിട്ടുണ്ട്. ജനിതകമാറ്റമാണ്, ജനിത പുനഃസംയോജനമാണ്, ജീൻ പ്രവാഹം എന്നിവയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് കോസസ് ഓഫ് വേരിയേഷൻ, എവല്യൂഷന് നയിക്കുന്ന കോസസ് ഓഫ് വേരിയേഷൻ എന്തൊക്കെയാണ്? ജനറ്റിക് ചേഞ്ചസ്, ജനറ്റിക് റീകോമ്പിനേഷൻ, ജീൻ ഫ്ലോ എന്ന് തിരിച്ചറിഞ്ഞു. ഇതുകൂടാതെ പോപ്പുലേഷൻ ജനറ്റിക്സോ പാലിയോന്റോളജി, പരിസ്ഥിതി ശാസ്ത്രം എന്നൊക്കെ പറയുന്ന എൻവയോൺമെന്റ് സയൻസ് ഒക്കെ ചേർന്ന് നൽകിയ മറ്റ് തെളിവുകളും പഠനങ്ങളൊക്കെ, ഫർദർ ഡെവലപ്മെന്റ്സ്, അതിലുണ്ടായ ഡെവലപ്മെന്റ്സ് ഒക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൂട്ടിച്ചേർത്താണ് നിയോ ഡാർവിനിസം ഉണ്ടായിരിക്കുന്നത്. ഇതുപോലെ പല മേഖലകളും ഇപ്പോഴും നടക്കുന്നുണ്ട്. ജീവപരിണാമവുമായി ബന്ധപ്പെട്ട് മോഡേൺ റിസർച്ച് എവല്യൂഷണറി ക്ലിനിക്കൽ മെഡിസിനിൽ സംഭവിക്കുന്നുണ്ട്. DNA സ്റ്റഡീസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഇതിന് സഹായിക്കുന്നുണ്ട്. എവല്യൂഷണറി ക്ലിനിക്കൽ മെഡിസിൻ ഒരു എക്സാമ്പിൾ നമ്മളെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പാരമ്പര്യമായിട്ട് ചില ആളുകളെ പാരമ്പര്യം നോക്കിയിട്ട്, അവരുടെ ഒരു ഹെറിഡിറ്ററി ലീനേജ് ഒക്കെ നോക്കിയിട്ട് മരുന്ന്, പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്നുള്ള അവസ്ഥയിൽ അവർക്ക് പ്രത്യേകമായുള്ള മരുന്നുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് തുടങ്ങിയ ഉദാഹരണങ്ങൾ. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. 4 ചോദ്യങ്ങളേ ഉള്ളൂ. ഇതിൽ ആദ്യത്തെ ചോദ്യം വളരെ എളുപ്പമാണ് അല്ലേ. ഒന്നാമത്തെ ചോദ്യത്തിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു ലാമാർക്കിസം. ലാമാർക്കിസവുമായി ബന്ധമുള്ളത് എന്താണെന്നുള്ളതാണ്. അക്കേർഡ് വേരിയേഷൻ, ഫേവറബിൾ വേരിയേഷൻ, നാച്ചുറൽ സെലക്ഷൻ. സ്വയാർജ്ജ വ്യതിയാനം, ഗുണകരമായ വ്യതിയാനം, പ്രകൃതി നിർദ്ധാരണം എന്നുള്ളതിൽ എളുപ്പമുണ്ട്. ലാമാർക്കിസവുമായി ബന്ധപ്പെട്ടത് അക്കേർഡ് വേരിയേഷൻ അല്ലെങ്കിൽ അക്കേർഡ് ക്യാരക്ടറാണ്. സ്വയാർജ്ജ വ്യതിയാനം അല്ലെങ്കിൽ സ്വയാർജ്ജ സ്വഭാവമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് സയന്റിസ്റ്റ് റിജക്റ്റഡ് ലാമാർക്സ് വ്യൂ. ലാമാർക്കിന്റെ ആശയം നിരാകരിക്കപ്പെട്ടത് എന്തുകൊണ്ട്? ഞാൻ നേരത്തെ ഒരു സ്ലൈഡ് പറഞ്ഞു അല്ല. ഇറ്റ് വാസ് പ്രൂവ്ഡ് ദാറ്റ് അക്കേർഡ് വേരിയേഷൻ അല്ലെങ്കിൽ അക്കേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഡു നോട്ട് ചേഞ്ച് ദി ജനറ്റിക് സ്ട്രക്ചർ ഓഫ് ആൻ ഓർഗാനിസം ആൻഡ് ഹെൻസ് നോട്ട് ഇൻഹെറിറ്റബിൾ. സ്വയാർജിത വ്യതിയാനങ്ങൾ ജീവിയുടെ ജനിതഘടനയ്ക്ക് മാറ്റം വരുത്താത്തത് കൊണ്ട്, പാരമ്പര്യത്തിനൊന്നും മാറ്റം വരുത്താത്തത് കൊണ്ട് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടില്ല എന്നുള്ളത് ഓർക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അക്കോർഡിംഗ് ടു ഡാർവിൻ ദ റീസൺ ഫോർ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരത്തിന് കാരണം എന്തായിരിക്കും? അത് നമുക്കറിയാം. വെൻ ലിമിറ്റേഷൻസ് അല്ലെ ഒക്കർ ഇൻ ദ റിസോഴ്സസ് ലൈക്ക് ഫുഡ്, മെയ്ഡ്സ്, ഡ്വെല്ലിംഗ് പ്ലേസ്, അപ്പോഴാണ് ഒരു സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടാകുന്ന. റിസോഴ്സുകൾ, വിഭവങ്ങൾ പരിമിതമാവുമ്പോഴാണ്. നാലാമത്തെ ചോദ്യം, അതിൽ 3 ഉപചോദ്യങ്ങളുണ്ട്. എക്സ്പ്ലെയിൻ വാട്ട്, എന്താണെന്ന് വിശദീകരിക്കണം. സൂപ്പർ ബഗ്സ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ലെങ്കിൽ അർഹതയുള്ളവയുടെ അതിജീവിക്കൽ, നിയോ ഡാർവിനിസം. നമുക്ക് ഓരോന്ന് നോക്കാം. സൂപ്പർ ബഗുകൾ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ വിച്ച് അക്കേർഡ് റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ആന്റിമൈക്രോബിയൽ മെഡിസിൻസ് അല്ലെ, ലൈക്ക് ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക് പോലെയുള്ള ആന്റിമൈക്രോബിയൽ സൂക്ഷ്മ അണുക്കൾക്കെതിരെയൊക്കെ ഉപയോഗിക്കാവുന്ന മരുന്നുകളെ പ്രതിരോധിക്കുന്ന ബാക്ടീരിയകളാണ്, ബാക്ടീരിയ പോലുള്ളവയാണ് സൂപ്പർ ബഗുകൾ എന്ന് പറയുന്നത്. പിന്നെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അക്കേർഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സർവൈവൽ ഓഫ് ദി ഓർഗാനിസം വിത്ത് ഫേവറബിൾ വേരിയേഷൻ ടു ദാറ്റ് നേച്ചർ. ആ പ്രകൃതിക്ക് ഗുണകരമായവ പ്രകൃതി നിലനിർത്തുന്നതിനാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന്. ഏറ്റവും ഫിറ്റസ്റ്റ് ആയിട്ടുള്ള നിലനിൽക്കുന്നു എന്നർത്ഥം. നിയോ ഡാർവിനിസം നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. മോഡിഫൈഡ് വെർഷൻ ഓഫ് ഡാർവിനിസമാണ് അല്ലേ. അവ ഡാർവിനിസം ഇപ്പൊ യുക്തിപത്രമായ രീതിയിൽ മോഡിഫൈഡ് ചെയ്യുന്ന, ഇൻകോർപ്പറേറ്റിംഗ് ദി ന്യൂ ഇൻഫർമേഷൻ ഫ്രം ദ ഫീൽഡ് ഓഫ് ജനറ്റിക്സ്, എസ്പെഷ്യലി പോപ്പുലേഷൻ ജനറ്റിക്സ് ഞാൻ നേരത്തെ പറഞ്ഞു, പാലിയോന്റോളജി, എൻവയോൺമെന്റ് സയൻസ് മുതലായവ. ഇതുപോലുള്ള പുതിയ അറിവുകൾ കൂട്ടിച്ചേർത്ത് പരിഷ്കരിച്ച ഡാർവിനിസമാണ് നിയോ ഡാർവിനിസം. നമുക്കപ്പോൾ അടുത്ത പാർട്ടിൽ കാണാം. ഇതിന് 4 പാർട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വലിയ പാഠഭാഗമാണ്, പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, താങ്ക് യു. റഷീദ് ഓടക്കൽ.